കേരളത്തിൽ എക്സിറ്റ് പോളുകളിലെ പ്രവചനങ്ങളെ മറികടന്ന് UDF തരംഗം. 102 സീറ്റുകളിൽ UDF ഉജ്ജ്വല വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദിയെന്ന് VD സതീശൻ. കൊടുങ്ങല്ലൂരിന് OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ വിജയിച്ചത് 8308 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി. പൊളിച്ചാൽ പൊളിയാത്ത കോട്ടയല്ല കൊടുങ്ങല്ലൂരെന്ന് തെളിഞ്ഞതായി OJ ജനീഷ്. ചാലക്കുടി UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന് വിജയം. 23,156 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി. UDF തരംഗം ആഞ്ഞുവീശിയ തെരഞ്ഞെടുപ്പിലും കയ്പമംഗലം നിയോജക മണ്ഡലം നിലനിർത്തി CPIയുടെ വത്സരാജ്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കേരളത്തിൽ എക്സിറ്റ് പോളുകളിലെ പ്രവചനങ്ങളെ മറികടന്ന UDF തരംഗം. 102 സീറ്റുകളിൽ UDF മുന്നിട്ട് നിൽക്കുകയാണ്. 35 സീറ്റുകളിൽ LDF മുന്നിട്ട് നിൽക്കുന്നു. നേമവും കഴക്കൂട്ടവും ചാത്തന്നൂരും പിടിച്ച് താമരയും ഇക്കുറി നിയമസഭയിൽ താരമായി. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് നിറം മങ്ങിയ വിജയം മാത്രമാണുള്ളതെന്ന് ശ്രദ്ധേയമാണ്. തുടക്കത്തിൽ പിന്നിലായെങ്കിലും VD സതീശൻ പിന്നീട് ലീഡ് നേടി. കേരള കോൺഗ്രസ് M മത്സരിച്ച 12 സീറ്റുകളിൽ 12ലും പരാജയപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ഉജ്ജ്വല വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദിയെന്ന് VD സതീശൻ. രാജ്യത്തിനു മുന്നിൽ ജയിച്ചത് മതേതര കേരളമാണ്. ജനങ്ങൾക്കായി ഒരു പുതുയുഗം ഒരുക്കുമെന്നും സതീശൻ പറഞ്ഞു. UDF തികഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കും. കോൺഗ്രസിന് ചരിത്രത്തിൽ ഏറ്റവും മികച്ച വിജയമാണ്. ഞങ്ങൾ പറഞ്ഞ വിസ്മയങ്ങൾ കേരളം കണ്ടുവെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി ആരെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. 2 ദിവസത്തിനകം ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഇത്രയും വലിയ ഉജ്ജ്വലമായ വിജയം ടീം UDFന് സമ്മാനിച്ചത്. ഇന്ത്യയിലെ മുന്നണി രാഷ്ട്രീയത്തിനുള്ള ഒരു മാതൃകയാണ് കേരളത്തിലെ ടീം UDF എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് കേരളത്തിന്റെ ഒരു പ്രഖ്യാപനം കൂടിയാണ് നമ്മുടെ രാജ്യത്തോട്. നമ്മുടെ കേരളം മതേതര കേരളമാണ് എന്ന് രാജ്യത്തോട് മലയാളികൾ നടത്തിയ പ്രഖ്യാപനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു വർഗീയവാദത്തിന്റെയും മുന്നിൽ കീഴടങ്ങാതെ എല്ലാ വർഗീയവാദത്തിനും എതിരായ ശക്തമായ സെക്യുലർ നിലപാടെടുത്തതിന്റെ അംഗീകാരം കൂടിയാണ് തന്നിരിക്കുന്നത്. അവരുടെ പ്രതീക്ഷയാണ്, ചെറുപ്പക്കാരുടെ പ്രതീക്ഷയാണ് ഇനി UDF. ഞങ്ങൾ പുതിയുഗ യാത്രയിൽ ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ഒരു പുതുയുഗം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിൽ ഇനി മാറ്റങ്ങൾ ഉണ്ടാകും. ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു ഭരണമുണ്ടാകും കേരളത്തിൽ. നമ്മുടെ സംസ്ഥാനത്തിന്റെ, ഈ രാജ്യത്തെ 1ാം സ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളും പരിപാടികളുമായി UDF മുന്നോട്ട് പോകും. ഞാൻ 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കണക്ക് പറഞ്ഞത്, ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, നിങ്ങൾ കണ്ട പ്രവർത്തനങ്ങൾ, അത് കൂടാതെ ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ ഒരു പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിന് OJയാണ്. 8308 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് UDF സ്ഥാനാർത്ഥി OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ വിജയിച്ചത്. ത്രികോണ മത്സര പ്രതീതിയിലായിരുന്നു ഇത്തവണ കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പ് മത്സരം. ആകെ 65,162 വോട്ടുകളാണ് ജനീഷ് നേടിയത്. പ്രധാന എതിരാളികളായ LDF സ്ഥാനാർത്ഥി VR സുനിൽകുമാർ 56,854 വോട്ടുകളും 2020 സ്ഥാനാർത്ഥി വർഗീസ് ജോർജ് 23,933 വോട്ടുകളും നേടി.
ഹാട്രിക് വിജയം തേടിയിറങ്ങിയ CPIയിലെ VR സുനിൽകുമാറും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷും നേർക്കുനേർ വന്നപ്പോൾ കൊടുങ്ങല്ലൂരിൽ ഇത്തവണ കടുത്ത മത്സരം ഉറപ്പായിരുന്നു. NDAയും മണ്ഡലത്തിൽ നിർണായക ശക്തിയായി മാറിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ പരിധിയിൽ LDF ആധിപത്യം തുടർന്നപ്പോൾ പൊയ്യ, അന്നമനട, കുഴൂർ, മാള എന്നീ പഞ്ചായത്തുകളിൽ UDF വൻ മുന്നേറ്റം നടത്തിയിരുന്നു. മുമ്പ് സുനിൽകുമാറിന്റെ ഭൂരിപക്ഷങ്ങളിൽ നിർണായകമായത് നഗരസഭാ പരിധിയിലെ വോട്ടുകളായിരുന്നു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും 20,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷം VR സുനിൽകുമാറിന് മണ്ഡലത്തിലുണ്ടായിരുന്നു. എങ്കിലും ത്രികോണ മത്സര പ്രതീതിയിലായിരുന്നു ഇത്തവണ കൊടുങ്ങല്ലൂരിലെ തെരഞ്ഞെടുപ്പ് മത്സരം. മീഡിയ ടൈം മാള. പൊളിച്ചാൽ പൊളിയാത്ത കോട്ടയല്ല കൊടുങ്ങല്ലൂർ എന്ന് തെളിഞ്ഞതായി OJ ജനീഷ്. കൊടുങ്ങല്ലൂരിലെ ജനങ്ങളോട് നന്ദിയുണ്ടെന്നും അടുത്ത 5 വർഷം പൂർത്തീകരിക്കാൻ സാധിക്കാത്ത പദ്ധതികൾ പൂർത്തീകരിക്കുമെന്നും ജനീഷ് പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിനകത്ത് ഒരു വലിയ ചരിത്ര വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ വിശ്വാസികൾ സമ്മാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം ഇവിടെ പര്യവസാനിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ വിധിയെഴുതിയതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ഇത്തരത്തിലൊരു വലിയ വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. കാരണം UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച പദ്ധതികൾ പലതും കഴിഞ്ഞ 10 വർഷക്കാലമായി നിന്നുപോയി. ഇവിടെ കോഴിത്തീറ്റ ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണ്, ചക്ക ഫാക്ടറി പൂട്ടിക്കിടക്കുകയാണ്. പിന്നെ പുത്തനിറ സ്പിന്നിംഗ് മില്ലിന് വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ 10 വർഷക്കാലമായി വേണ്ടത്ര ഇടപെടലുണ്ടായില്ല. മാളയിലെ ജൂതപ്പള്ളി ഒരു ഷീറ്റിട്ട് മൂടിക്കിടക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. മാളയിലെ തന്നെ കായിക പ്രേമികളുടെ അവസരങ്ങളുണ്ടായിരുന്ന ആ ഗ്രൗണ്ട് ഇന്ന് ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ ഓരോ പഞ്ചായത്തിലും ചെന്ന് പരിശോധിച്ച് നോക്കിയാൽ ഓരോ മണ്ഡലത്തിലും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ എല്ലായിടങ്ങളിലും തകർന്നു കിടക്കുന്ന ഓരോ പ്രൊജക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിലെ കോട്ടപ്പുറത്ത് പിന്നെ ആ ബോട്ട് ജെട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ, മുസ്ലിസിൻ്റെ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ, KKTM കോളേജിൽ ആരംഭിച്ച കൺവെൻഷൻ സെൻറ്റർ ഉൾപ്പെടെ അങ്ങനെ തകർച്ചയുടെ സ്മാരകങ്ങൾ നമുക്ക് ഈ നിയമസഭാ മണ്ഡലത്തിനകത്ത് എവിടെ ചെന്നാലും കാണാൻ വേണ്ടി സാധിക്കും. അതെല്ലാം തകർച്ചയുടെയും അവഗണനയുടെയും സ്മാരകങ്ങളായിട്ടാണ് ഇന്ന് കിടക്കുന്നതെങ്കിൽ അതിനെ ആ സ്മാരകങ്ങൾ എന്ന നിലയ്ക്ക് നിന്ന് മാറ്റിയെടുത്ത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി ക്രമീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകും. എല്ലാം ഒരു ദിവസം കൊണ്ട് സാധിക്കാവുന്നതോ പെട്ടെന്നൊരാഴ്ച കൊണ്ട്. ചാലക്കുടി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന് വിജയം. 23,156 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് UDF സ്ഥാനാർത്ഥി വിജയിച്ചത്. ജയിച്ച സനീഷ് കുമാർ ജോസഫിന് 71,202 വോട്ടുകളും പ്രധാന എതിരാളികളായ LDF സ്ഥാനാർത്ഥി ബിജു S ചിറയത്ത് 48,046 വോട്ടുകളും NDA സ്ഥാനാർത്ഥി ചാർലി പോൾ 16,030 വോട്ടുകളും നേടി. ചാലക്കുടി നഗരസഭയും ചാലക്കുടി താലൂക്കിലെ അതിരപ്പള്ളി, കാടുകുറ്റി, കൊടകര, കോടശ്ശേരി, കൊരട്ടി, മേലൂർ, പരിയാരം എന്നീ ഗ്രാമപഞ്ചായത്തിലും ഉൾക്കൊള്ളുന്ന നിയമസഭാ മണ്ഡലമാണ് ചാലക്കുടി നിയമസഭാ മണ്ഡലം. സ്ഥാനാർത്ഥി ചർച്ചകളിലെ അപ്രതീക്ഷിത ട്വിസ്റ്റുകൾ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഇടം പിടിച്ചിരുന്നു. കോൺഗ്രസ് കൗൺസിലറായ ബിജു ചിറയത്തിനെ അടർത്തിയെടുത്ത് മുന്നണി സ്ഥാനാർത്ഥിയാക്കിയാണ് കേരള കോൺഗ്രസ് മത്സരത്തെ നേരിട്ടിരുന്നത്. ശക്തമായ ഇടതുവേരോട്ടമുള്ള മണ്ഡലമായിരുന്നു ചാലക്കുടി. 2006 മുതൽ 2016 വരെ CPMന്റെ BD ദേവസി പ്രതിനിധീകരിച്ച നിയമസഭാ മണ്ഡലമാണ് ചാലക്കുടി. പിന്നീട് നടന്ന മുന്നണി മാറ്റത്തിലാണ് കേരള കോൺഗ്രസിലേക്ക് വിട്ടുകൊടുക്കുന്നതും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു UDF സ്ഥാനാർത്ഥി TJ സനീഷ് കുമാർ ജോസഫ് ചാലക്കുടിയിൽ വിജയിക്കുന്നത്. മീഡിയ ടൈം ചാലക്കുടി. UDF തരംഗം ആഞ്ഞുവീശിയ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കയ്പമംഗലം നിയോജക മണ്ഡലം നിലനിർത്തി LDF. UDF സ്ഥാനാർത്ഥി TM നാസറിനെ 9,944 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചാണ് CPIയുടെ വത്സരാജ് ഇടതുകോട്ട നിലനിർത്തിയത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ CPIയെ മാത്രം ജയിപ്പിച്ച മണ്ഡലമാണ് ഇത്.
ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ വത്സരാജ് 65,448 വോട്ടുകൾ നേടിയപ്പോൾ പ്രധാന എതിർ സ്ഥാനാർത്ഥികളായ നാസർ 55,504 വോട്ടുകളും NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച BDJSന്റെ അതുല്യ ഘോഷ് 19,688 വോട്ടുകളും നേടി. കൊടുങ്ങല്ലൂർ താലൂക്കിലെ എടവിലങ്ങ്, എടത്തുരുത്തി, എറിയാട്, കയ്പമംഗലം, മതിലകം, പെരിഞ്ഞനം, ശ്രീനാരായണപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് കയ്പമംഗലം നിയമസഭാ മണ്ഡലം. 2008 നിയമസഭാ പുനർനിർണയത്തോടെയാണ് ഈ നിയമസഭാ മണ്ഡലം നിലവിൽ വന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ CPIയെ മാത്രം ജയിപ്പിച്ച മണ്ഡലമാണ് ഇത്. പുനർനിർണയത്തിന് ശേഷം 2011 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ CPIയുടെ VS സുനിൽകുമാർ വിജയിച്ചു. തുടർന്ന് 2016 2021 CPI ടിക്കറ്റിൽ മത്സരിച്ച ET ടൈസൺ മാസ്റ്റർ വിജയം ആവർത്തിച്ചു. പുനർനിർണയത്തിന് ശേഷം 2011 നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ CPIയുടെ VS സുനിൽകുമാർ വിജയിച്ചു. തുടർന്ന് 2016 2021 CPI ടിക്കറ്റിൽ മത്സരിച്ച ET ടൈസൺ മാസ്റ്റർ വിജയം ആവർത്തിച്ചു. ഇത്തവണ TM നാസറിനെ UDF സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രാദേശികമായി വൻ പ്രതിഷേധം നിലനിന്നിരുന്നു. ബെന്നി ബെഹനാന്റെ നോമിനിയാണ് TM നാസർ എന്നായിരുന്നു പൊതുവെയുള്ള ആക്ഷേപം. കയ്പമംഗലത്ത് തന്നെ മിടുക്കന്മാരായ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നിരവധി ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ ഇറക്കുമതി സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നതെന്നായിരുന്നു പ്രാദേശിക വികാരം. ഇതും തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചുവെന്നാണ് വിലയിരുത്തൽ. 2021 73,161 വോട്ടുകൾ നേടിയാണ് ET ടൈസൺ മാസ്റ്റർ ജയിച്ചത്. UDFലെ ശോഭ സുബിൻ 50,463 വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി. NDA സഖ്യത്തിന്റെ ഭാഗമായ BDJS സ്ഥാനാർത്ഥി CD ശ്രീലാലിന് 9,066 വോട്ടുകൾ ലഭിച്ചു. മീഡിയ ടൈം, കയ്പമംഗലം. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. വാണിയംപാറയിൽ കാറിൽ കടത്തുകയായിരുന്ന 25 ഗ്രാം MDMA-യുമായി 2 യുവാക്കളെ എക്സൈസ് സംഘം പിടികൂടി. തൃശൂർ കുരിയച്ചിറ സ്വദേശി ഷൈൻ ജോസ്, തിരുവനന്തപുരം അമരവിള സ്വദേശി ബിബിൻ രാജ് എന്നിവരെയാണ് പിടിയിലായത്. തെരഞ്ഞെടുപ്പ് കാലത്തെ കർശന പരിശോധനകൾക്കിടയിലാണ് ഈ ലഹരി വേട്ട നടന്നത്. തമിഴ്നാട് ഭാഗത്തു നിന്നും വന്ന ടാറ്റ ടിയോഗ കാറിൽ വരികയായിരുന്ന ഇവരെ സംശയം തോന്നിയതിനെ തുടർന്ന് എക്സൈസ് തടഞ്ഞു നിർത്തുകയായിരുന്നു. ഈ മയക്കുമരുന്ന് ശൃംഖലയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് എക്സൈസും പോലീസും നിലവിൽ അന്വേഷണം നടത്തി വരികയാണ്. കയ്പമംഗലത്ത് കുളത്തിൽ വളർത്തിയിരുന്ന മീനുകളെ അജ്ഞാത ജീവി കടിച്ചു കൊന്ന നിലയിൽ. കയ്പമംഗലം കരടിവളവ് പടിഞ്ഞാറ് കമ്പ്ലിക്കിൽ ബാബുവിന്റെ വീട്ടുപറമ്പിലെ കുളത്തിലാണ് മീനുകൾ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടത്. ഇന്ന് രാവിലെയാണ് സംഭവം വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുളത്തിൽ വളർത്തിയിരുന്ന നട്ടർ, കോയിക്കാർപ്പ്, ഗൗരാമി, തിലോപ്പിയ, പൂമീൻ തുടങ്ങിയ മീനുകളെയാണ് അജ്ഞാത ജീവി കൊന്നു തിന്നിട്ടുള്ളത്. മീനുകളെ കടിച്ച് വികൃതമാക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. ചെറുതും വലുതുമായ 500ഓളം മീനുകളാണ് ചത്തിട്ടുള്ളത്. കനത്ത കാറ്റിലും മഴയിലും ചന്ദ്രാപ്പിനിയിൽ കൃഷിനാശം. 50ഓളം കുലച്ച വാഴകൾ ഒടിഞ്ഞു വീണു. ചന്ദ്രാപ്പിനി ചിറക്കൽ പള്ളിക്കടുത്ത് ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ കൃഷിസ്ഥലത്തെ നേന്ത്രവാഴ കൃഷിയാണ് നശിച്ചത്. ഇന്നലെ വൈകിട്ടുണ്ടായ കാറ്റിലും മഴയിലുമാണ് കൃഷിനാശം ഉണ്ടായത്. 200ഓളം വാഴകളിൽ 50ഓളം വാഴകളാണ് ഒടിഞ്ഞു വീണത്. കുഴുക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയുടെ 18ാമത് വാർഷികം അരങ്ങ് 2026 ആഘോഷിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മക്കൾക്ക് കുഴുക്കാട്ടുശ്ശേരിയിലും പരിസര പ്രദേശത്തും മാത്രമല്ല നമ്മുടെ സമീപ പഞ്ചായത്ത് പ്രദേശങ്ങളിലെല്ലാം ഉള്ള കുട്ടികൾക്ക് ഏറ്റവും മികവാർന്ന കലാപരിശീലനം നൽകാൻ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങളിൽ അവർക്ക് പ്രാവീണ്യം നൽകുകയും താല്പര്യം ജനിപ്പിക്കുകയും ചെയ്യാൻ ഗ്രാമികയുടെ നിരന്തര പ്രവർത്തനം വളരെയേറെ സഹായകരമാകുന്നുണ്ട്. ആ പ്രവർത്തനങ്ങളിൽ കിട്ടൻ മാഷോടൊപ്പം അണിനിരക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് അവർക്ക് പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന അധ്യാപകരെ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ നമ്മുടെ വേദിയിൽ നിരന്നിരിക്കുന്ന നമ്മുടെ സ്നേഹ സ്വീകരണം ഏറ്റുവാങ്ങുന്ന പ്രശസ്തരായ വ്യക്തികൾ അവരുടെ കർമ്മ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ സ്നേഹ സ്വീകരണം അവർ ഏറ്റുവാങ്ങുന്നത്. അതും കുട്ടികൾക്ക് നല്ലൊരു മാതൃകയായിരിക്കും. കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിന് അവരുടെ അച്ചടക്കം, ഏകാഗ്രത, പരസ്പരമുള്ള കൂട്ടായ്മ, പാരസ്പര്യം ഇതെല്ലാം വർദ്ധിപ്പിക്കുന്നതിന് കലാപരിശീലനം എത്ര കണ്ട് പ്രയോജനപ്പെടുമെന്ന് വിവരിക്കാനും എനിക്ക് വാക്കുകളില്ല. കാരണം അത്രയധികം പ്രയോജനപ്രദമാണ് കലാരംഗത്തുള്ള പരിശീലനം.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. വിവിധ പുരസ്കാര ജേതാക്കളായ PB ഹൃഷികേശൻ, പ്രശാന്ത് കരിന്തലക്കൂട്ടം, അനീഷ് ഹാറൂൺ റഷീദ്, സെബി മാളിയേക്കൽ, സുബ്രഹ്മണ്യൻ തലാപ്പിള്ളി, വാസുദേവൻ പനമ്പിള്ളി, സുഭാഷ് പോണോളി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ കലോത്സവ മത്സര വിജയികളെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് അനുമോദിച്ചു. നൃത്തവേദിയിൽ അരങ്ങേറ്റം കുറിക്കുന്ന 35 പേർക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം കാവ്യ രഞ്ജിത്ത് സ്മൃതി ഫലകങ്ങൾ സമർപ്പിച്ചു. മിനി പോളി, രമേശ് കരിന്തലക്കൂട്ടം, PK കിട്ടൻ, NP ഷിൻഡു തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ എക്സിറ്റ് പോളുകളിലെ പ്രവചനങ്ങളെ മറികടന്ന് UDF തരംഗം. 102 സീറ്റുകളിൽ UDF ഉജ്ജ്വല വിജയം സമ്മാനിച്ച ജനങ്ങൾക്ക് നന്ദിയെന്ന് VD സതീശൻ. കൊടുങ്ങല്ലൂരിന് OJ ജനീഷ് കൊടുങ്ങല്ലൂരിൽ വിജയിച്ചത് 8308 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി. പൊളിച്ചാൽ പൊളിയാത്ത കോട്ടയല്ല കൊടുങ്ങല്ലൂരെന്ന് തെളിഞ്ഞതായി OJ ജനീഷ്. ചാലക്കുടി UDF സ്ഥാനാർത്ഥി സനീഷ് കുമാർ ജോസഫിന് വിജയം. 23,156 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി. UDF തരംഗം ആഞ്ഞു വീശിയ തെരഞ്ഞെടുപ്പിലും കയ്പമംഗലം നിയോജക മണ്ഡലം നിലനിർത്തി CPI-യുടെ വത്സരാജ്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.